So good evening dears. നമ്മൾ കുറച്ച് ദിവസമായി ക്ലാസ്സുകളൊക്കെ പെൻഡിങ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ വവൽസിൻ്റെ ബാക്കി പോർഷനാണ് ഞാൻ ഇന്നെടുക്കാൻ പോകുന്നത്. അപ്പോൾ വവൽസ് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് കാർഡിനൽ വവൽസിലേക്ക് പോകണം. പക്ഷെ വവലിന് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാലാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കാർഡിനൽ വവൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഒന്നാമത് നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അപ്പം ഞാൻ വവൽസിൽ നിന്ന് തുടങ്ങിയിട്ട് കാർഡിനൽ വവലിലേക്ക് പോയി പിന്നെ തിരിച്ച് വീണ്ടും വവലിലേക്ക് വരാം. എന്താണ് വവൽ? വവൽസ് എന്നുള്ളതിൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു. വവൽസിൻ്റെ നമ്മൾ എങ്ങനെയാണ് വവൽസിനെ ക്ലാസിഫൈ, ഹൗ ഡു വി ക്ലാസിഫൈ വവൽസ് ഓൺ ദ ബേസിസ് ഓഫ്, വി ക്ലാസിഫൈ വവൽസ് ഓൺ ദ ബേസിസ് ഓഫ് പൊസിഷൻ ഓഫ് ദ ലിപ്സ്, പാർട്ട് ഓഫ് ദ ടങ് വിച്ച് റേസ്ഡ്, ദ ഹൈറ്റ് ഓഫ് വിത്ത് ദ ടങ് ഇസ് റേസ്ഡ്. അതായത് നമ്മൾ വവൽസിനെ ക്ലാസിഫൈ ചെയ്യുക എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ലിപ്പിൻ്റെ പൊസിഷൻ, പാർട്ട് ഓഫ് ദ ടങ്, ഏതാണ് ടങ്ങിൻ്റെ ഏത് പാർട്ടാണ്, ഹൈറ്റ് ഏതാണ്, എത്രയാണ് എന്നുള്ളതൊക്കെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊസിഷൻ ഓഫ് ദ ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ടഡോ അൺറൗണ്ടഡോ, ഓക്കെ, അൺറൗണ്ടഡ്, ഓക്കെ. പൊസിഷൻ ഓഫ് ദ ലിപ്സ് എന്ന് പറഞ്ഞാൽ റൗണ്ടഡോ അൺറൗണ്ടഡോ. പാർട്ട് ഓഫ് ദ ടങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്, ബാക്ക്, സെന്റർ. ഇതാണ് നാവിന്റെ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തരാം, ഒന്ന് ശ്രദ്ധിക്കാം. വവൽസിനെ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്യുക? പൊസിഷൻ ഓഫ് ദ ലിപ്സ്, പാർട്ട് ഓഫ് ദ ടങ്, ഹൈറ്റ് ഓഫ് ദ ടു വിച്ച് ദ ടങ് ഇസ് റേസ്ഡ്. അപ്പം പൊസിഷൻ ഓഫ് ദ ലിപ്സ് എന്ന് പറയുമ്പോൾ ലിപ്പിന്റെ പൊസിഷൻ എങ്ങനെയാണ്? റൗണ്ടഡ് ആണോ അൺറൗണ്ടഡ് ആണോ? ചില വവലുകൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ലിപ്പ് റൗണ്ട് ചെയ്യും, അതിനെയാണ് റൗണ്ടഡ് എന്ന് പറയാം. ഓക്കെ. ചില വവലുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അൺറൗണ്ടഡ് ആയിരിക്കും, അൺറൗണ്ടഡ് ആയിട്ടായിരിക്കും. ഇ, എ, ആ എന്നൊക്കെ പറയുമ്പോൾ അൺറൗണ്ടഡ്. ഉ, ഓ, ഉ എന്നൊക്കെ പറയുന്നത് എന്താണ്? റൗണ്ടഡ് ആണ്. അപ്പൊ ഇതാണ് പൊസിഷൻ ഓഫ് ദ ലിപ്സ് എന്ന് പറയുന്നത്. പാർട്ട് ഓഫ് ദ ടങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീവിയസ് വീഡിയോയില്. നാവിന് ടിപ്പ്, പാർട്ട് ഓഫ് ദ ടങ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സോറി, ഇവിടെ ടിപ്പ് ഉണ്ട് കേട്ടോ, അത് എഴുതാൻ വിട്ടു. ടിപ്പ്, ബ്ലേഡ്, ഓക്കെ, ടിപ്പ്, ബ്ലേഡ്, ഫ്രണ്ട്, ബാക്ക്, സെന്റർ, ബാക്ക്, സെന്റർ, ഇങ്ങനെയാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ടിപ്പ്, ബ്ലേഡ്, ഫ്രണ്ട്, എന്താണ്, ബാക്ക്, സെന്റർ. സെന്റർ അതായത് ഇപ്പോൾ നാവ്, ഇതൊന്ന് ശ്രദ്ധിക്കാം. നാവ് ഇതാണെന്നുണ്ടെങ്കിൽ നാവിന്റെ ടിപ്പ്, ബ്ലേഡ്, ഇവിടെ ഫ്രണ്ട്, ബാക്ക്, ഈ ഭാഗം സെന്റർ. മനസ്സിലായോ? അപ്പൊ ബാക്കും ഫ്രണ്ടിന്റെ ഇടയിലുള്ള പോർഷനെയാണ് സെന്റർ എന്ന് പറയാൻ മറക്കണ്ട. ബാക്കിന്റെയും ഫ്രണ്ടിന്റെ ഇടയിലുള്ള ഭാഗം, അതായത് ടിപ്പല്ല, ബ്ലേഡ് അല്ല, ഫ്രണ്ടിന്റെയും ബാക്കിന്റെയും ഇടയിലുള്ള പോർഷനാണ് സെന്റർ, നാവിന്റെ സെന്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇത് ശ്രദ്ധിക്കുക. ഇത് നാവാണ്, ഇത് നാവിന്റെ ടിപ്പാണ്. ഇത് ടിപ്പ്, ഇത് ബ്ലേഡ്, ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്, ഇവിടെ ഉള്ളത് സെന്റർ. അപ്പൊ ബാക്കിന്റെയും ഫ്രണ്ടിന്റെയും ബാക്കിന്റെയും ഇടയിലുള്ള പോർഷൻ ആണ് എന്ത്? ഈ ഒരു സെന്റർ എന്നുള്ള വേർഡ് പറയുന്നത്. ഓക്കെ. പിന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ദ ഹൈറ്റ് ടു വിച്ച് ദ ടങ് ഇസ് റേസ്ഡ്. എന്താണ് ടങ്, എങ്ങനെയാണ് ഹൈറ്റ് റേസ് ചെയ്യുന്നത്? അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ അത് ഇവിടെ ഈ പിക്ചറിൽ കാണിച്ചു തരാം. ഇതിൽ എല്ലാം കൂടി ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ. അതിന് തൊട്ട് മുന്നേ ഇവിടെ ഒന്നുകൂടി പറയാനുള്ളത് വവൽ ലിമിറ്റ് ആണ്. The highest level to which the tongue can be raised as a sound produced without frictional voice. അതായത് ഫ്രിക്ഷണൽ വോയിസ് ഇല്ലാതെ തന്നെ എത്രമാത്രം ഹയസ്റ്റ് ലെവലിലേക്ക് ഒരു ടങ് പോവാനായിട്ട്, ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്, അതാണ് അതിന്റെ ഹൈറ്റ്, അതിന്റെ ലിമിറ്റിനെയാണ് വവൽ ലിമിറ്റ് എന്ന് പറയുന്നത്. ഹയസ്റ്റ് ലെവൽ ടു വിച്ച് ദ ടങ്, മനസ്സിലായോ? ടങ് റേസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു, ടങ് ലോവർ ചെയ്യും, റേസ് ചെയ്യും. ടങ്ങിന്റെ ഫ്രണ്ടും ബാക്കും, അതൊന്ന് ഞാൻ ഇവിടെ ഒരു പിക്ചർ ജസ്റ്റ് വരച്ചിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് നിങ്ങൾ അനലൈസ് ചെയ്താൽ മതി. അതായത് ടങ്ങിന്റെ ബാക്ക് ലോവർ ചെയ്യുമ്പോൾ എന്ത് സൗണ്ട്, എങ്ങനെയാണ്, എന്താണ് സൗണ്ടുകൾ വരിക? അതായത് ഞാൻ ഇവിടെ ഇനി അത് ഞാൻ പിന്നെ വരച്ചൊന്നും കൂടി കാണിച്ചു തരാം കേട്ടോ, ഇവിടെ സ്ഥലമില്ല, അതുകൊണ്ടാണ്. അതെന്തായാലും ടങ്ങിന്റെ പാർട്ട് ബാക്ക് ലോവർ ചെയ്യും അല്ലെങ്കിൽ റേസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഓരോ സൗണ്ടുകൾ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്.
അപ്പൊ അതിനനുസരിച്ച് നേസൽ സൗണ്ട്സ് വരാം, അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ ഓറൽ സൗണ്ടുകൾ വരാം. അപ്പൊ ഇനി ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഇതിന് നമ്മളൊരു ട്രപ്പീസിയൻ ഷേപ്പാണ്. അതിന് ഇവിടെ ഞാൻ മൂന്ന് പാർട്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നടുവിൽ ഇത് നടുവിൽ സെൻട്രൽ ഭാഗമാണ്, നാവിന്റെ സെന്ററിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നാവിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ ഫ്രണ്ട്, സെന്റർ, ബാക്ക് എന്നുള്ള രീതിയിൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, നാവിന്റെ ഫ്രണ്ട്, ടിപ്പ് കണക്കാക്കണ്ട, ഫ്രണ്ട്, സെന്റർ, ബാക്ക്. ക്ലിയർ ആയോ? ഇനി ഹൈറ്റ് ലിമിറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഹൈറ്റ് എങ്ങനെയാ കണക്കാക്കാൻ? അതായത് ഒരു മിനിറ്റ്, നാവിന്റെയും നമ്മുടെ വായന മൊത്തം എടുക്കാം. വായന മൊത്തം, നാവ് മാത്രമല്ല, നമ്മുടെ വായന എടുക്കുമ്പോൾ നാവ് റേസ് ചെയ്യുന്ന ഭാഗം അല്ലെങ്കിൽ ലോവർ ചെയ്യുന്ന ഭാഗം ഹൈറ്റ് നോക്കുക, ശ്രദ്ധിക്കുക. ഇവിടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഓപ്പൺ, ഇവിടെ ഓപ്പൺ, ഇവിടെ ക്ലോസ്. നാവ് റൂഫ് ഓഫ് ദ മൗത്തിന്റെ അടുത്ത് ക്ലോസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ ക്ലോസ് പൊസിഷൻ എന്ന് പറയും. മനസ്സിലായോ? നാവ് റൂഫ് ഓഫ് ദ മൗത്തിന്റെ തൊട്ട് അടുത്തേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ക്ലോസ്. ഇപ്പൊ ഞാൻ നാവ് ശ്രദ്ധിക്കുക, നോക്കൂ, അവിടെ ക്ലോസ്. മനസ്സിലായോ? തട്ടണം എന്നില്ല, ടുവേർഡ്സ് ക്ലോസ് പൊസിഷൻ. അപ്പൊ റൂഫ് ഓഫ് ദ മൗത്തിന്റെ ഞാൻ ഇങ്ങനെ ആക്കുക മാത്രമല്ല, നാവ് ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്തായാലും നാവിന്റെ ചില ഭാഗത്ത് റൂഫ് ഓഫ് ദ മൗത്തിന്റെ അവിടെ ക്ലോസർ ആയിട്ട് ചിലപ്പോൾ പോകും. നമ്മള് നാവിന്റെ ചിലപ്പോൾ ഫ്രണ്ട് ആയിരിക്കാം, ബാക്ക് ആയിരിക്കാം. മനസ്സിലായോ? അപ്പൊ അത് ശ്രദ്ധിക്കണം. അത് എവിടെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ വായനെ തന്നെ നിരീക്ഷിച്ചാൽ മാത്രമാണ് നമുക്ക് സൗണ്ടുകൾ പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നാവിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്മുടെ നാവിനായിട്ട് തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കുക. അതുപോലെ ഇനി ഹൈറ്റ് നോക്കാം. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഓപ്പൺ പൊസിഷൻ എന്നുള്ളത് ഓപ്പൺ പൊസിഷൻ. മനസ്സിലായോ? ഓപ്പൺ ആണ്. മനസ്സിലായോ? അപ്പൊ ഓപ്പൺ പൊസിഷനിൽ നിൽക്കുമ്പോൾ നാവ് ഈ എന്ന് പറയുമ്പോൾ സൗണ്ട് ഈ എന്ന് പറയുമ്പോൾ ക്ലോസ് പൊസിഷനിലാണ് വരും. അതായത് എങ്ങനെയാണ് ക്ലോസ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ, നാവിന്റെ ഈ എന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട് ഭാഗം അവിടെ റേസ് ചെയ്യുന്നുണ്ട്. എവിടേക്ക് റേസ് ചെയ്യുന്നുണ്ട്? റൂഫ് ഓഫ് ദ മൗത്ത്. ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, റൂഫ് ഓഫ് ദ മൗത്തിനെ. അത് നമ്മുടെ വായനെ ആ ഭാഗത്തേക്ക് നാവ് തട്ടുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നാവിന്റെ എവിടെയാണോ തട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓരോ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും എവിടെ തട്ടണം, നാവിന്റെ ഏത് ഭാഗം, റൂഫ് ഓഫ് ദ മൗത്തിന്റെ ഏത് ഭാഗത്ത് തട്ടണോ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി ഞാൻ പറയുന്നതിനോടൊപ്പം നിങ്ങളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓപ്പൺ എന്നുള്ളത്. ഇനി ക്ലോസ് പൊസിഷൻ, നാവിന്റെ അതായത് നാവ് റൂഫ് ഓഫ് ദ മൗത്തിന്റെ തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ക്ലോസ് പൊസിഷൻ. നാവ് റൂഫ് ഓഫ് ദ മൗത്തിന്റെ തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? ക്ലോസ് പൊസിഷൻ. നാവ് റൂഫ് ഓഫ് ദ മൗത്തിൽ നിന്ന് അകലത്തിലേക്കാണ് എടുക്കുന്നതെങ്കിൽ ഓപ്പൺ പൊസിഷൻ. അതായത് നാവ് റൂഫ് ഓഫ് ദ മൗത്ത് തമ്മിൽ അകലാണെങ്കിൽ ഓപ്പൺ അല്ലേ, അപ്പൊ ഓപ്പൺ, അതാണ് ഓപ്പൺ. ഇനി അതിന്റെ ഇടയിലുള്ള സ്ഥലങ്ങളുണ്ട്. മനസ്സിലായോ? ഇത് ഹാഫ് ക്ലോസ് എന്ന് പറയും, ഇത് ഹാഫ് ഓപ്പൺ എന്ന് പറയും. ഓക്കെ, അതുപോലെ ഈ സൈഡും അതെ, ഹാഫ് ക്ലോസ്, ഹാഫ് ഓപ്പൺ. അപ്പൊ ഈ അടിസ്ഥാനത്തിലാണ് നമ്മൾ വവലിനെ അല്ലെങ്കിൽ കാഠിന്യ വവലിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഓരോ സൗണ്ട് ചിലപ്പോൾ വവൽ സൗണ്ട് ഓപ്പൺ ആയിരിക്കാം, ഫ്രണ്ടിലേ ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ? ചിലപ്പോൾ ബാക്ക് ആയിരിക്കാം, ഓപ്പൺ ആയിരിക്കാം. ബാക്കിലത്തെ നാവിന്റെ ബാക്ക് സൈഡ് ആയിരിക്കാം വർക്ക് ചെയ്യേണ്ട, പക്ഷെ അത് ഓപ്പൺ ആയിട്ടായിരിക്കും സൗണ്ട് ഉണ്ടാവുക. അപ്പൊ അത് ശ്രദ്ധിക്കണം. പിന്നെ നാവിന്റെ സെന്റർ ഭാഗത്ത് വരുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ സെന്റർ അത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, എന്താണ് നാവും റൂഫ് ഓഫ് ദ മൗത്തും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതായത് നാവും റൂഫ് ഓഫ് ദ മൗത്തും തമ്മിൽ കുറച്ച് വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഓപ്പൺ എന്നും, പിന്നെ അതിന്റെ ശകലം, അതായത് ശ്രദ്ധിക്കും, ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വരയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. നമ്മുടെ സാധാരണത്തെ ക്ലാസ് ആണെങ്കിൽ സുഖകരമായി വരച്ച് മനസ്സിലാക്കാൻ തരാൻ പറ്റുമായിരുന്നു. അതായത് നാവ് നോക്കുക, റൂഫ് ഓഫ് ദ മൗത്ത്,
ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് നാവാണെന്ന് വിചാരിക്കുക, ഇത് ഓപ്പൺ പൊസിഷനിലാണ്. ഓക്കെ, ഇനി നാവിനെ നമ്മൾ ഇവിടെ വരച്ചു, നാവ് ഇവിടെ ഇരിക്കട്ടെ, ഇത് ഓപ്പൺ പൊസിഷൻ. ഇവിടെ വെച്ചാൽ കുറച്ചും കൂടി നാവ് എന്തായി ഓപ്പണിൽ നിന്ന് വിട്ടു, എന്നാൽ ഇതിന്റെ അടുത്തേക്ക് റൂഫ് ഓഫ് ദ മൗത്തിന്റെ അടുത്തേക്ക് എത്താത്തത് കൊണ്ട് ഇത് ഹാഫ് ഓപ്പൺ ആയി. മനസ്സിലായോ? ഇത് ഓപ്പൺ, മറ്റേത് ഹാഫ് ഓപ്പൺ. ഇനി റൂഫ് ഓഫ് ദ മൗത്തിന്റെ അടുത്ത് ക്ലോസ് ആണ്. മനസ്സിലായോ? ക്ലോസ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയുന്നു? ക്ലോസ് പൊസിഷൻ എന്ന് പറയുന്നു. മനസ്സിലായോ? എന്നാൽ കുറച്ചും കൂടി അടുത്താണെന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടി റൂഫ് ഓഫ് ദ മൗത്ത് ചെക്കല വിട്ടിട്ടാണെങ്കിൽ ഹാഫ് ക്ലോസ് എന്ന് പറയും. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് ഈ ഒരു സംഭവം പറയുന്നത്. അതായത് റൂഫ് ഓഫ് ദ മൗത്ത്, ഇത് റൂഫ് ഓഫ് ദ മൗത്ത്, ഇത് ടങ്. ടങ് ഓപ്പൺ പൊസിഷൻ എന്ന് പറയുന്നത് റൂഫ് ഓഫ് ദ മൗത്തും ടങ്ങും തമ്മിലുള്ള ഹൈറ്റ് ആണ് കേട്ടോ. ഈ ഹൈറ്റ് ഓപ്പൺ എന്ന് പറയുക എങ്ങനെയാ? ഓപ്പൺ എന്ന് പറയുമ്പോൾ നാവും റൂഫ് ഓഫ് ദ മൗത്തും തമ്മിൽ നല്ല അകലം വരുമ്പോൾ അത് ഓപ്പൺ. അതിന് ശകലം കുറച്ചും കൂടി മേലേക്ക് കയറിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഹാഫ് ഓപ്പൺ. മുഴുവൻ എത്തിയിട്ടില്ല, ഹാഫ് ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്നത്, മുഴുവൻ ഓപ്പൺ ആയിട്ടില്ല അല്ലേ? അപ്പൊ ഹാഫ് ഓപ്പൺ. ഇനി ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റൂഫ് ഓഫ് ദ മൗത്തിനോട് തൊട്ടടുത്ത് നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ, തൊട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ സൗണ്ടുകൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യില്ല, എന്നാൽ ശകലം അകലത്തിൽ മാത്രം, അതായത് തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇത്ര അകലത്തിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ക്ലോസ് തന്നെയാ പറയാം. ശകലം ചില സമയത്ത് നല്ലോണം ടച്ച് ചെയ്തിട്ട് വിടും കേട്ടോ. അപ്പൊ അത് നോക്കണ്ട. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ തൊട്ടടുത്തോ അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ചെയ്യുന്നെങ്കിൽ ക്ലോസ് എന്നും, അതിന് റൂഫ് ഓഫ് ദ മൗത്ത് ശകലം ഇങ്ങോട്ട് പോകുന്നു, ക്ലോസ് പൊസിഷനിലല്ലെങ്കിൽ നമ്മൾ അതിന് ഹാഫ് ക്ലോസ് എന്ന് പറയും. ഇതാണ് നമ്മൾ ഒരു ഹൈറ്റിനെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് ഹൈറ്റ് വിത്ത് ടങ് ഇസ് റേസ്, ടങ് എത്രത്തോളം റേസ് ചെയ്യുന്നു എന്നുള്ളത്. മനസ്സിലായോ? ഇതാണ് ഈ പോയിന്റിൽ എനിക്കിവിടെ നിങ്ങൾക്ക് ഈ പിക്ചർ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നത്. മനസ്സിലായോ? ഹൈറ്റ്, പൊസിഷൻ ഓഫ് ദ ലിപ്പ് റൗണ്ടഡ് ആണോ അൺറൗണ്ടഡ് ആണോ, ഇത് വവൽസിന്റെ അടിസ്ഥാനം, അത് കാർഡിനൽ വവൽ ആയിക്കോട്ടെ, ഡിഫ്തങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വവൽസ് ആയിക്കോട്ടെ, നമ്മൾ എന്താണ് നമ്മൾ അതിന് മെയിൻ ആയിട്ട് ചെയ്യുന്നത്? പൊസിഷൻ ഓഫ് ദ ലിപ്സിനെ മനസ്സിലാക്കുന്നു. അത് ലിപ്പ് റൗണ്ടഡ് ആണോ അൺറൗണ്ടഡ് ആണോ. പിന്നെ പാർട്ട് ഓഫ് ദ ടങ്, ടങ്ങിന്റെ ഏത് ഭാഗമാണ് റേസ് ചെയ്യുന്നത്. അതായത് ടങ്ങിനെ ഞാൻ ഡിവൈഡ് ചെയ്ത് കാണിച്ചു തന്നിരുന്നു അല്ലേ? ഇവിടെ ടങ്ങിന്റെ ടിപ്പ്, ബ്ലേഡ്, ഫ്രണ്ട്, ബാക്ക്, സെന്റർ. അപ്പോൾ ടിപ്പും ബ്ലേഡ് അവിടെ ഇരിക്കട്ടെ. ടിപ്പും ബ്ലേഡ് വലിയ പ്രശ്നമുള്ള കാര്യമല്ല, നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ബാക്കും സെന്ററും, ഫ്രണ്ടും ബാക്കും സെന്ററും ആണ്. ഫ്രണ്ട് ടിപ്പിന് തൊട്ട് പിറകെയുള്ള ഭാഗമാണ് ഫ്രണ്ട്. മനസ്സിലായോ? അതിന് തൊട്ട് പിറകെ ഉള്ള ഭാഗം സെന്റർ, അതായത് ഏറ്റവും ബാക്കിൽ ബാക്ക് എന്ന് പറയും. അതിന്റെ രണ്ടിന്റെ ഇടയിൽ, ഫ്രണ്ടിന്റെയും ബാക്കിന്റെ ഇടയിൽ കിടക്കുന്ന ഭാഗമാണ് സെന്റർ. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഹൈറ്റ് വിത്ത് ടങ് ഇസ് റേസ്ഡ് എന്നുള്ളത്, എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. അതിനാണ് ഞാൻ ഇവിടെ വരച്ചത്. ഇത് ടങ്ങാണ്, ഹൈറ്റ് ഓപ്പൺ, ടങ്ങിന്റെ ഓപ്പൺ പൊസിഷൻ. ടങ് ഇങ്ങോട്ട് ഓപ്പൺ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ടങ് ഓപ്പൺ ആയിട്ട് ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ റൂഫ് ഓഫ് ദ മൗത്തിന്റെ, റൂഫ് ഓഫ് ദ മൗത്ത് ആണെങ്കിൽ റൂഫ് ഓഫ് ദ മൗത്തിൽ നിന്ന് ഇത്ര അകലത്തിലാണ്, ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇത് റൂഫ് ഓഫ് ദ മൗത്ത് ആണെന്ന് വിചാരിച്ചാൽ മതിയിട്ട് സ്ഥലമില്ല. അപ്പൊ അതിന് ഇത്ര അകലത്തിലാണ്, ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി റൂഫ് ഓഫ് ദ മൗത്ത് ഇതാണെങ്കിൽ അതിന്റെ ഹാഫ് ഓപ്പൺ എന്നുള്ള പൊസിഷൻ, പിന്നെ ഇത് ക്ലോസ് പൊസിഷൻ, ഇത് ഹാഫ് ക്ലോസ് പൊസിഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? റൗണ്ടഡ് വവൽസ് നമുക്ക് ഉണ്ട്. എത്ര വവലുകളാണ് നമുക്കുള്ളത് നോക്കിയപ്പോ? റൗണ്ടഡ് വവൽസില് 1 2 3 4 റൗണ്ടഡ് വവൽസും അൺറൗണ്ടഡ് വവൽസ് എന്നുള്ളത് 1 2 3 4 5 6 7 8 അല്ലേ? അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം. ഇത് അൺറൗണ്ടഡ് വവലുകൾ ഇംഗ്ലീഷിലുള്ള അൺറൗണ്ടഡ് വവൽ, റൗണ്ടഡ് വവൽസ് ആൻഡ് അൺറൗണ്ടഡ് വവൽസ്. സോ നൗ ഹാവ് യു അണ്ടർസ്റ്റുഡ്? ഇത് നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞു വന്നത് വെച്ചാൽ, ഇത് പറഞ്ഞു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കാർഡിനൽ വവലിലേക്ക് വരുമ്പോൾ എന്താണ് ഹാഫ് ക്ലോസ്, എന്താണോ ഹാഫ് ഓപ്പൺ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആദ്യം ഞാൻ വവലിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തന്നത്. വവൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. വവലിലേക്ക് ഇനി നമ്മൾ പോകാൻ പോകുന്നതേ ഉള്ളൂ ശരിക്കും പറഞ്ഞു. അതിനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ചെയ്യാം. ഇപ്പോൾ ഇനി ഇത് നോക്കുക, കാർഡിനൽ വവൽസിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് കാർഡിനൽ വവൽസ് നോക്കാം. കാർഡിനൽ വവൽസ് എന്നുള്ളത്, what is a cardinal vowel? It is a set of reference vowel to describe vowels of all language. ഏത് ഭാഷ എടുത്താലും എല്ലാ ഭാഷയ്ക്കും ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ടാണ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്, കാർഡിനൽ വവൽസിനെ യൂസ് ചെയ്യുന്നത്. എന്തിനാണ് റെഫറൻസ് വവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ആദ്യം ശ്രദ്ധിക്കാം. നമുക്ക് ചിലപ്പോൾ മലയാള ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും തമ്മിൽ കമ്പാരിസൺ ചെയ്യേണ്ടി വരും. കമ്പയർ ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ ഇംഗ്ലീഷിലെ വവൽ ഇവിടെയാണ് കിടക്കുന്നത്, മലയാളത്തിലെ വവൽ സൗണ്ട് ഇംഗ്ലീഷിലെ ഇ എന്നുള്ള വവൽ സൗണ്ട് മലയാളത്തിലെ ഇ എന്നുള്ള വവൽ സൗണ്ട് നമ്മൾ ഡിഫറൻസ് ഉണ്ട് പൊസിഷനിൽ. മനസ്സിലായോ? അപ്പോൾ ആ പൊസിഷനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു അളവുകോല് പോലെ ഒരു യാർഡ് സ്റ്റിക്ക് നിങ്ങൾ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളെ ഷർട്ട് വാങ്ങാൻ പോകുമ്പോൾ ഷർട്ട് പീസ് വാങ്ങാൻ പോകുമ്പോൾ നിങ്ങളെങ്ങനെ അളന്ന് ഒരു യാർഡ് സ്റ്റിക്ക് ഉണ്ടായിരിക്കും അല്ലേ, കണ്ടിട്ടുണ്ടായിരിക്കും അവർ അളന്നിട്ട് മുറിച്ചെടുക്കാനുള്ള ഒരു സാധനം. ആ ഒരു അളവുകോല് തന്നെയാണ് ഈ കാർഡിനൽ വവൽസ്. മനസ്സിലായോ? ഏത് ഭാഷയുടെയും വവ്വലുകളെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യാർഡ് സ്റ്റിക്ക് ആണ് എന്ത് ഈ കാർഡിനൽ വവൽസ്. ക്ലിയർ ആയോ? അപ്പോൾ എ സെറ്റ് ഓഫ് റെഫറൻസ് വവൽ ടു ഡിസ്ക്രൈബ് വവൽസ് ഓഫ് ഓൾ ലാംഗ്വേജ്. ഏത് ഭാഷയുടെയും എല്ലാ ഭാഷയുടെയും റെഫറൻസ് പോയിന്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഈ കാർഡിനൽ വവൽസ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ എന്താ നോക്കൂ. നോട്ട് വവൽസ് ഓഫ് എനി പെർട്ടിക്കുലർ ലാംഗ്വേജ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഷയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷയുടെ വവൽ സിസ്റ്റം അല്ല ഈ കാർഡിനൽ വവൽസ്. കാർഡിനൽ വവൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷയ്ക്കും വേണ്ടിയിട്ടും അത് റെഫറൻസ് പോയിന്റ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, റെഫറൻസ് പോയിന്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇത് സൗണ്ട് ഇ എ ആ ഇത് 8 ഇവിടെ എഴുതി. ഇത് ബേസിക് ആയിട്ടുള്ളതാണ് കേട്ടോ. മെയിൻ ആയിട്ടുള്ള റെഫറൻസ് പോയിന്റുകളാണ് 8. മൊത്തത്തില് കുറെ ഉണ്ട്, 18 മെയിൻ ആയിട്ട് കുറെ വരുന്നുണ്ട്. അത് ഞാൻ ഇവിടെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടൊന്നുമില്ല. 8 മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ സെന്ററിലുള്ള വരുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ എന്തായാലും ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഈ 8 റെഫറൻസ് പോയിന്റുകളായിട്ടാണ് ഞാൻ ഇവിടെ ഓരോന്നും ഇവിടെ പോയിന്റ് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഈ ഓരോ പോയിന്റ് റെഫറൻസ് പോയിന്റ് ആണ്. ഇനി ഒന്നും കൂടി ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് ആണ്. നമ്മൾ ഇംഗ്ലീഷ് വവൽസ് ആണ്, ഇംഗ്ലീഷ് വവൽ സിസ്റ്റം ആണ് നമ്മൾ ഇത് കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്നത് അല്ലേ. നമ്മളിപ്പോ തുടങ്ങി വെച്ച് കഴിഞ്ഞു അല്ലേ. പക്ഷേ ഇനി ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് റെഫറൻസ് പോയിന്റ് മാത്രമാണ്. അപ്പോ ഇംഗ്ലീഷ് ഭാഷയുടെ വവ്വല് ഇവിടെ തന്നെ വന്ന് നിൽക്കണമെന്നില്ല, അതിന് ഡിഫറൻസ് വരും. ഇംഗ്ലീഷ് ഭാഷയുടെ ഇ എന്നുള്ള സൗണ്ട് ഏകദേശം ഇവിടെ ആയിട്ടാണ് വന്ന് നിൽക്കുക. മനസ്സിലായോ? അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് എവിടെ വേണമെങ്കിലും ഏതെങ്കിലും ഭാഷയുടെ ഇ എന്നുള്ള സൗണ്ട് വരും. മനസ്സിലായോ? ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രണ്ട്, ഇത് സെന്റർ, ബാക്ക്, ഇത് ഓപ്പൺ, ഹാഫ് ഓപ്പൺ, ഹാഫ് ക്ലോസ്, ക്ലോസ്. അതേപോലെ ഇവിടെ അതെ ഓപ്പൺ, ഹാഫ് ഓപ്പൺ, ഹാഫ് ക്ലോസ്, ക്ലോസ്. ഇത് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ എന്താണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കാം. ഇത് സൗണ്ട് ആണ് കേട്ടോ. ഈന്ന് എ ആ എന്നൊക്കെയുള്ള സൗണ്ടുകളാണ്. ഇത് നമ്മള് വവൽസ് കാർഡിനൽ വവൽ സിസ്റ്റം ആണ് ഞാൻ ഇപ്പൊ വരച്ചിട്ടുള്ളത്. ഇവിടെ വരച്ചത് കാർഡിനൽ വവൽ സിസ്റ്റം ആണ്. ഇംഗ്ലീഷ് വവൽ സിസ്റ്റം വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷ് വവൽ സിസ്റ്റം വരുമ്പോ നിങ്ങൾ എന്തുകൊണ്ട് സെന്റൻസ് അങ്ങനെ വരച്ചില്ല ഇങ്ങനെ വരച്ചില്ല, ഇത് റെഫറൻസ് പോയിന്റ് മാത്രം. ഈ ഓരോ മുക്കും റെഫറൻസ് പോയിന്റുകളാണ്. 8 റെഫറൻസ് പോയിന്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ വരുന്നതാണ് ഇടയിലൊക്കെ. ഇനി ഒന്ന് ശ്രദ്ധിക്കാം. ഈ റെഫറൻസ് പോയിന്റിന്റെ അടിസ്ഥാനമായിട്ട് പറയാനുള്ളത് ഇംഗ്ലീഷിന്റെ വവൽ ഇ എന്നുള്ളത് ശരിക്കും ഇവിടെയാണ് വരിക. മലയാളം കുറച്ചും കൂടി ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ എവിടെ വേണമെങ്കിലും ആ ഒരു സൗണ്ട് വരാം. അതുപോലെ ഏതെല്ലാം സൗണ്ട് കാർഡിനൽ വവലിന്റെ സൗണ്ട് ഇവിടെയാണ് കിടക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷ് കുറച്ച് താഴെ ഇതിന്റെ തൊട്ടടുത്ത് കറക്റ്റ് ആയിട്ട് ആ പോയിന്റിൽ തന്നെ വന്ന് നിൽക്കണമെന്നില്ല, ആ ഒരു ഏരിയയിലാണ് വരിക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെഫറൻസ് പോയിന്റ് ആണ് കാർഡിനൽ വവൽ. ഓക്കെ, അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. റെഫറൻസ് പോയിന്റുകളാണ് അല്ലെങ്കിൽ ഒരു അളവ് പോലാണ് ഈ കാർഡിനൽ വവൽ. അപ്പൊ കാർഡിനൽ വവൽ എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഏത് ഭാഷയ്ക്കും ഒതുങ്ങുന്ന തരത്തിലായിട്ടുള്ള ഒരു സിസ്റ്റമാണ് കാർഡിനൽ വവൽ സിസ്റ്റം. പരീക്ഷയ്ക്ക് വരാറുണ്ട് കേട്ടോ. ചിലപ്പോൾ എസ് ആയിട്ടോ പാരഗ്രാഫ് ഒക്കെ ആയിട്ട് വരാറുണ്ട് കാർഡിനൽ വവൽസ്. അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നിങ്ങൾ കാർഡിനൽ വവൽ വലിയ 18 ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് കാണാമല്ലോ. അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി ഒന്ന് നോക്കാം. ഇവിടെ ഉള്ള പോയിന്റ് ഇ എന്നുള്ളത് ഇംഗ്ലീഷിലെ ഇ എന്നുള്ള സൗണ്ട് ഇവിടെയാണ് വരുന്നത്. അതായത് കറക്റ്റ്
അതേ പോയിന്റിൽ കാർഡിനൽ വവലിന്റെ പോയിന്റിൽ തന്നെ ഈ മറ്റുള്ള വവൽ വന്ന് നിൽക്കണമെന്നില്ല. മറ്റുള്ള അതായത് ഓരോ ഭാഷയിലത്തെയും വവലുകൾ ഈ കറക്റ്റ് പോയിന്റിൽ വന്ന് നിൽക്കണമെന്നില്ല. ആ ഏരിയയിൽ എവിടെയെങ്കിലും വന്ന് നിൽക്കാം. ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് തന്നിട്ടുള്ളതാണ് ഈ കാർഡിനൽ വവൽ. ക്ലിയർ ആയോ? അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? ഇതാരാണ് സിസ്റ്റമായിട്ട് ആക്കി കൊണ്ടുവന്നത്? സിസ്റ്റമൈസ് ചെയ്ത് ഡാനിയൽ ജോൺസ് ആണ് ഇത് കാർഡിനൽ വവൽസ് സിസ്റ്റമൈസ് ചെയ്തത്. സോ ഇറ്റ് മേ ബി ആസ്ക്ഡ് ആസ് എ വൺ വേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്, കൺവേർഡ് വന്നിട്ടുണ്ട്. 8 മെയിൻ റെഫറൻസ് പോയിന്റും പിന്നെ 18 വേറെ ഉണ്ട്. കാർഡിനൽ വവൽ നമ്പർ 1 ഇ, ക്ലോസ് ഫ്രണ്ട് അൺറൗണ്ടഡ്. അപ്പൊ നാവിന്റെ 3, അതായത് 3 ടേം ലേബിൾ ആണ് നമുക്ക് വവലിന് കൊടുക്കാറ്. 3 ടേം ലേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇത് ക്ലോസ് എന്നുള്ളത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, 3 ടേം. അതായത് 3 ടേം ഒരു വവലിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ 3 കാര്യങ്ങളുണ്ട്. അതാണ് 3 ടേം എന്ന് പറയുന്നത്. പൊസിഷൻ, പാർട്ട്, ഹൈറ്റ്. അതാണ് ഒന്ന് ശ്രദ്ധിക്കാം. ഇത് പൊസിഷൻ അല്ലെ, അൺറൗണ്ടഡ് എന്നുള്ളത് പൊസിഷൻ. ഇനി ഇതെന്താ? ക്ലോസ് എന്നുള്ളത് എന്താ? ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് ആണ് അല്ലെ, ഹൈറ്റ്. ഇതൊരു ടേം, ഇതൊരു ടേം, ഇതൊരു ടേം. അപ്പൊ ക്ലോസ്, ഫ്രണ്ട്, അൺറൗണ്ടഡ്. അപ്പൊ എന്തൊക്കെയാണ് കാണിച്ചത്? 3 ടേം ലേബിളുകളാണ് നമ്മൾ ഒരു വവലിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ. 3 ടേം ലേബിൾസ് ആണ്. ആ 3 ടേം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? 3 ടേം വരുന്നത് പാർട്ട് ഓഫ് ദ ടങ്, പൊസിഷൻ ഓഫ് ദ ലിപ്സ് ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടങ് ടു ബി വിച്ച് ഇറ്റ് ഈസ് റേസ്ഡ്. ഓക്കെ, അപ്പൊ കാർഡിനൽ നമ്പർ 1 ഈ എന്നുള്ളത് ക്ലോസ്, ഫ്രണ്ട്, അൺറൗണ്ടഡ്. വീണ്ടും ഞാൻ പറയുന്നു, ഇത് വെറും റെഫറൻസ് പോയിന്റുകൾ മാത്രമാണ്. ഞാൻ ഇവിടെ 18 കുറിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് വവൽസ് വേറെയാണ്. അത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കാർഡിനൽ വവലിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എന്താണ് കാർഡിനൽ വവലിൽ നിന്ന് വവൽസ് മറ്റ് ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഓരോ ഭാഷയിൽ നിന്നും ഏകദേശം രൂപം എടുത്തിട്ടാണ് ഈ ഒരു കാർഡിനൽ വവൽ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ ഭാഷയ്ക്ക് ഒതുങ്ങുന്ന തരത്തിൽ ഓൾമോസ്റ്റ് ഒരു രൂപരേഖ നമുക്ക് തന്നതാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ എന്താണ് ഒരു രൂപരേഖയാണ് തന്നിട്ടുള്ളത്. എക്സാക്ട് പൊസിഷൻ ചെറിയ മൈന്യൂട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം അല്ലേ? അതുപോലെ തന്നെ. മനസ്സിലായില്ലേ? അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ കാർഡിനൽ വവൽ 1 ക്ലോസ് ഫ്രണ്ട്, കാർഡിനൽ വവൽ 2 എ ക്ലോസ് മിഡ് ഫ്രണ്ട്. മിഡ് ഫ്രണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഹാഫ് ക്ലോസ് എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. മിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹാഫ് ആണ്. ചില സ്ഥലത്ത് ഹാഫ് ക്ലോസ് എന്ന് പറയുന്നുണ്ട്, മിഡ് എന്ന് പറയുന്നുണ്ട്. ചിലപ്പോ ഇവിടെ ഇതിന് ഓപ്പണിന് പകരം ലോ പറയുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ എന്താണ് വ്യത്യാസം എന്നുള്ളത് മനസ്സിലാക്കുക. ഓപ്പണും ലോ ഒന്നാണ്, ഹാഫ് ലോ ഹാഫ് ഓപ്പൺ ഒന്നാണ്, ഹാഫ് ക്ലോസ് പിന്നെ ക്ലോസ്. അത് ഓക്കെ, പ്രശ്നമില്ലല്ലോ, അത് മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ മിഡ് എന്നുള്ളത് അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ കാർഡിനൽ വവൽ 3 എ എന്നുള്ളത് ഓപ്പൺ, മിഡ്, ഫ്രണ്ട്, അൺറൗണ്ടഡ്. ഉണ്ടോ? ഓപ്പൺ, മിഡ്, കണ്ടില്ലേ? ഓപ്പൺ ആണ്, മിഡ് ആണ്, അൺറൗണ്ടഡ് ആണ്. മനസ്സിലായോ? അങ്ങനെ വരുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഇവിടെ ഇതിന്റെ ബാക്കിലും എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കാം കാർഡിനൽ വവൽ 5 ഒന്ന് നോക്കുക. കാർഡിനൽ വവൽ 5 എ എന്നുള്ളത്, ആ എന്നുള്ളത് ഓപ്പൺ ബാക്ക് അൺറൗണ്ടഡ്. കാർഡിനൽ വവൽ 6 ഓ എന്നുള്ളത് ഓപ്പൺ മിഡ് ബാക്ക് റൗണ്ടഡ്. ഇതൊന്ന് ജസ്റ്റ് 8 മെയിൻ ആയിട്ട് നോക്കി വെച്ചാൽ മതി. ബാക്കിയൊക്കെ പിന്നെ നിങ്ങൾ സൗകര്യം പോലെ നിങ്ങളുടെ ആ ഒരു രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ക്ലോസ് സെൻട്രൽ പോർഷൻ കൂടി നോക്കി വെച്ചാൽ മതി. അപ്പോൾ കാർഡിനൽ വവൽ 7 ഓ ക്ലോസ് മിഡ് ബാക്ക് റൗണ്ടഡ്. ഏറ്റവും നല്ലത് എന്താണെന്നറിയോ? അതിന്റെ പിക്ചർ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം. ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി വ്യക്തമാവും. ഇത് ഞാൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് പരത്തി എഴുതിയതിനെക്കാട്ടിലും ഇതും ആ പിക്ചറും കൂടി നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. ഞാൻ അത് ഇവിടെ എനിക്ക് ആ വരച്ചിട്ട് എഴുതാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് 8 ഞാൻ അവിടെ വരച്ച് എഴുതിയത് കണ്ടില്ലേ നിങ്ങൾ? അത് 8 മെയിൻ ആയിട്ട്. കാർഡിനൽ വവൽ 8 ഊ ക്ലോസ് ബാക്ക് അൺറൗണ്ടഡ്. ഊ എന്നുള്ള സൗണ്ട് ബാക്ക് ആണ് കേട്ടോ എപ്പോഴും വരിക. ഇനി ഞാൻ വവൽസിലേക്ക് കടക്കുമ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് ഊ എന്താണ്, ഓരോ സൗണ്ടും എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, കാർഡിനൽ വവൽ 9 എ ക്ലോസ് അൺറൗണ്ടഡ്. കാർഡിനൽ വവൽ 10 ടോ എന്നുള്ളത് ഇത് പല ഭാഷകളിൽ നിന്നുള്ളതാണ് കേട്ടോ. ക്ലോസ് മിഡ് ഫ്രണ്ട് റൗണ്ടഡ്. കാർഡിനൽ വവൽ 11 A എന്നുള്ളത് ഓപ്പൺ മിഡ് ഫ്രണ്ട് റൗണ്ടഡ്. കാർഡിനൽ വവൽ 12 A ഓപ്പൺ ഫ്രണ്ട് റൗണ്ടഡ്. കാർഡിനൽ വവൽ O
open, back rounded. Cardinal vowel 14 are open, mid, back, unrounded. Cardinal vowel 15 close, mid, back, unrounded. Cardinal vowel 16th is close, back, unrounded. Cardinal vowel 17 close, central, unrounded. Cardinal vowel 18 close, center, unrounded. ഇത് ആക്ച്വലി നിങ്ങൾക്ക് റെഫറൻസ് ഇതുവരെയുള്ള കാര്യങ്ങൾ മെയിനായിട്ട് പഠിച്ചാൽ മതി. മനസ്സിലായോ? ഇത് നിങ്ങൾ ആ പിക്ചർ തന്നത് വരച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നാവും. ഇങ്ങനെ പഠിക്കണം എന്നില്ല. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എഴുതി തന്നു എന്ന് മാത്രം, എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ പിക്ചർ നിങ്ങൾ അങ്ങനെ വരച്ചിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി. പിന്നെ എപ്പോഴും ആ പിക്ചർ വരച്ചിട്ട് നിങ്ങൾ അത് പിക്ചർ വെച്ചിട്ട് പഠിക്കുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാൽ പോയിന്റ്സ് കിട്ടും, അല്ലെങ്കിൽ തെറ്റിപ്പോവും എഴുതുമ്പോൾ. അപ്പോൾ നിങ്ങൾ എഴുതുന്നതിന് മുന്നേ ആ പിക്ചർ പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പോയിന്റ്സ് എഴുതാൻ പറ്റും. വാട്ട് എവർ ഇറ്റ് ഇസ്, വവൽസ് ആയാലും വേണ്ടില്ല, കാർഡിനൽ വവൽസ് ആയാലും വേണ്ടില്ല. പിന്നെ വേറെ ഒന്നുണ്ട്, കോൺസണൻസ് പഠിക്കുമ്പോൾ വവൽസും ഡിഫ്തംസും അതുപോലെ കാർഡിനൽ വവലും ഈ ട്രപ്പീസിയം ഞാൻ നേരത്തെ വരച്ചില്ലേ ഇവിടെ, അങ്ങനെ ഇങ്ങനെ വരച്ച് തന്നില്ലേ ആ പിക്ചർ, ഈ പിക്ചർ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പിക്ചറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ പഠിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുമ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ കോൺസ്റ്റൻസ് ആണെങ്കിൽ ഒരു ചാർട്ട് ഉണ്ട്, ആ ചാർട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. ആ ചാർട്ട് വെച്ച് പഠിച്ച് അത് ചാർട്ട് പഠിച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് അത് സൈഡിൽ എഴുതി വെക്കുക. എക്സാമിന് ഞാനൊക്കെ അങ്ങനെ ചെയ്തിരുന്നത്, എക്സാമിന് സൈഡിൽ കാർഡിനൽ വവലിന്റെ പിക്ചർ ആണെങ്കിൽ അത് വരച്ച് വെക്കും. അപ്പോൾ ടീച്ചേഴ്സിന്റെ വാല്യൂ എന്ന ആൾക്കാർക്ക് അത് കാണും, മനസ്സിലാവും ഈ കുട്ടിക്ക് ഇതൊക്കെ അറിയാം എന്നുള്ളത്. അത് വെച്ചിട്ട് നമുക്കതെന്താ ഈസി ആവുകയെന്ന് വെച്ചാൽ നമുക്ക് അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇതോടെ ഫിനിഷ് ചെയ്യാണ്. നമ്മൾ ഡയറക്റ്റ് ഈ വവൽസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇഫ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദ കാർഡിനൽ വവൽസ് യു ക്യാൻ കോൺടാക്ട് മീ. കാരണം കാർഡിനൽ വവൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ദാറ്റ് ഈസ് എ റെഫറൻസ് പോയിന്റ് ടു ഓൾ ദ ലാംഗ്വേജസ് വവൽ സിസ്റ്റം. എല്ലാ ലാംഗ്വേജിൻ്റെയും വവൽ സിസ്റ്റത്തിനുള്ള ഒരു റെഫറൻസ് പോയിന്റ് മാത്രമാണ് കാർഡിനൽ വവൽ. മറ്റ് ഓരോ ഭാഷയുടെയും അതിൻ്റെ ഞാൻ നേരത്തെ വരച്ച് തന്നിട്ടുള്ള ആ പിക്ചർ ഓർക്കുക. ആ പിക്ചറിൽ ഒന്ന് ശ്രദ്ധിക്കാം, ഇവിടെ ഓരോന്നും ഓരോ പോയിന്റുകളാണ്. ഈ 18 ഇതിന്റെ ഇടയിലാണ് വരിക. 8 ഇവിടെ എഴുതിയിട്ടുണ്ട്, 1 2 3 4 ഇങ്ങനെയാണ് എണ്ണ. 5 6 7 8 ഇങ്ങനെയാണ് പോവുക. നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4, നമ്പർ 5, നമ്പർ 6, നമ്പർ 7, നമ്പർ 8 ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇതിന്റെ ഇടയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ വവൽസിനും ഉണ്ടായിരിക്കും കേട്ടോ ഡയഗ്രാം. അപ്പം കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കാർഡിനൽ വവൽസ് 8 മെയിനായിട്ട് പഠിച്ചു വെക്കുക. അത് റെഫറൻസ് പോയിന്റ് ആണ്. അതിന്റെ സിമ്പിളുകളും ഇംഗ്ലീഷ് വവലിന്റെ സിസ്റ്റത്തിന്റെ സിമ്പിളുകളും ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇംഗ്ലീഷ് ഇത് കോമൺ ആയിട്ടുള്ളതാണ്, മറ്റത് അതാത് ഭാഷയുടേതാണ്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ vowel system is a bit different from cardinal vowel system. Cardinal vowel system is meant for all languages vowel system. Okay, so this is the main thing that you have to understand from this. അപ്പോൾ വവൽ എന്താണെന്നുള്ളത് തുടങ്ങിക്കഴിഞ്ഞു. ആ വവലിൽ നിന്നാണ് ഞാൻ കാർഡിനൽ വവൽ തുടങ്ങി വെച്ചത്. ഇനി നമ്മൾ തിരിച്ച് വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ we will be starting with vowel system. So I won't be explaining all these things. I will be directly going to the sound system. Okay, which are the sounds? I will be explaining all these things through a big picture, and then you have to note that picture in your notebook. Okay, please write it down. Okay, don't depend upon only on the video. Just note it down on your notebook, then only you can understand. Or not only that, one thing you have to remember, while you hear my video or hear my audio, or if you watch my video, just consider your mouth also. With that organ only you can understand that what I explain. Okay, അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു യൂസ് യുവർ മൗത്ത് ആൻഡ് ത്രോട്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ക്ലിയർ ആയോ? അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.